2047 നമ്മുടെ രാഷ്ട്രത്തെ ഒരു ജിഹാദി രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി വലിയ രീതിയിൽ പരിശ്രമിച്ച ഒരു ഭാവി പ്രധാനമന്ത്രിയെ കഴിഞ്ഞ ദിവസം ED സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ദില്ലി എയർപോർട്ടിൽ വെച്ചുകൊണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഉത്തർപ്രദേശിലേക്ക് കൈമാറാൻ വേണ്ടി തയ്യാറാവുകയാണ് NIA. എന്താണ് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ MK ഫൈസി എന്ന് പറയുന്ന SDP-യുടെ നേതാവിനെയാണ് ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഭീകരാക്രമണവും കലാപങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഭരണപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള BJP-യുടെയും സംഘപരിവാർ സംഘടനകളുടെയും എല്ലാം നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാം കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ഭീകരവാദ തലവൻ എന്ന് തന്നെ ഇയാളെ പറയാൻ സാധിക്കും. ഇയാൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പരിപാടി അല്ലെങ്കിൽ ഇയാളെ കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ച് അല്ലെങ്കിൽ ED സംഘവും NIA-യും കൃത്യമായിട്ട് അന്വേഷിച്ച് പൊക്കിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തികം കൊണ്ടുവരികയും ആ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജിഹാദി ഗ്രൂപ്പുകൾക്ക് വലിയ രീതിയിലുള്ള പ്രചോദനം നൽകുകയും ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വലിയ തരത്തിലുള്ള കരച്ചിലാണ് ഈ പറയുന്ന SDP നേതാവ്. ഇയാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഭീകരവാദികളെ നേരിട്ട് കയറ്റി വിടുന്നത് പ്രധാനമായിട്ട് തീഹാർ ജയിലിലേക്കാണല്ലോ. നമ്മൾക്കറിയാം ഇവരുടെ കൂട്ടാളികളൊക്കെ റൌഫ് അടക്കമുള്ള പട്ടാമ്പിക്കാരൻ പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയ വലിയ സംസ്ഥാന നേതാക്കന്മാരും ദേശീയ നേതാക്കന്മാരൊക്കെ ഒന്നിച്ച് സംഘടിതമായിട്ട് തീഹാർ ജയിലിലാണ് താമസിക്കുന്നത്. അവിടെയാണ് അവർക്ക് പ്രത്യേക സംവരണ സെല്ലൊക്കെ തയ്യാറാക്കിക്കൊണ്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നേരെ ഇയാൾക്ക് അവിടെ പോയിട്ട് ഇവരുടെയൊക്കെ കമ്പനി അടിച്ചിരിക്കാം എന്നുള്ളൊരു രീതിയൊക്കെയായിരുന്നു. എങ്ങനെയാണെങ്കിലും തീവ്രവാദികളിൽ നിന്ന് മറ്റൊരു തീവ്രവാദ കൂട്ടത്തിലേക്കാണ് പോകുന്നത്. ഇവർക്ക് എടുക്കുന്ന ജയിലിൽ പോയി ഇരിക്കാമെന്നായിരുന്നു ഈ പറയുന്ന മൊത്തത്തിലുള്ള ഈ 2047 ജയിലുകളെ ഒരു ഇവരുടേതായിട്ടുള്ള ജിഹാദി രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കേണ്ടി വരുമെന്നുള്ള ഒരു ദയനീയ അവസ്ഥയിൽ നിലകൊള്ളുന്ന ആൾക്കാരാണ്. ജയിലിൽ പുറത്തുവർക്ക് പ്രത്യേകിച്ചൊന്നും പറ്റില്ല, അവരെ സെല്ല് ഒരു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു നിയമ സംവിധാനം അനുസരിച്ച് പുറം ലോകം ഇനി കാണാൻ സാധിക്കില്ല. അവർക്ക് പോകാമെന്നായിരുന്നു ഈ SDP നേതാവിൻ്റെ ഒരു തീരുമാനം. പക്ഷേ നിലപാട് മാറ്റിയിരിക്കുന്നു. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ജയിലുകളിലേക്ക് ആണ് ഇനിയുള്ള SDP പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ കൊണ്ടുപോവുക എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കൃത്യമായിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം UP-യിലാകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാണ്. ഏത് സമയത്തും എന്തും അവിടെ ചെന്ന് ഈ ജിഹാദികൾക്കായതിൻ്റെ എതിരായതിൻ്റെ പേരിൽ വലിയ സപ്പോർട്ടാണ് പോലീസിൻ്റെയും അവിടുത്തെ മറ്റ് തടവ് പുള്ളികളുടെയും എല്ലാം കൃത്യമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും അവിടെ കാണിച്ചു കിട്ടും. അപ്പോൾ ഈ പറയുന്ന കേരളത്തിൽ നടക്കാൻ പോയിട്ടുള്ള ജിഹാദി തലവന്മാരുടെ എല്ലാം അധോഗതി എന്തായിരിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനത്ത് നിലവിൽ ജയിലിന് പുറത്തും അവിടെ തെരുവോരങ്ങളിൽ നടക്കുന്ന ജിഹാദി കൂട്ടങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾക്കറിയാമല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് കൃത്യമായിട്ട് യോഗി നടപ്പിലാക്കുന്നുണ്ട്. കുംഭമേള അടക്കമുള്ള പരിപാടി കലക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. നമ്മളൊന്ന് ചിന്തിക്കണ്ടേ, PFI പോലെയുള്ള സംഘടനയെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, SDP പോലെയുള്ള സംഘടനയുടെ തലവന്മാരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ഇവന്മാരെ പൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ കുംഭമേളയൊക്കെ നമ്മുടെ രാജ്യത്ത് സമാധാനമായിട്ട് നടത്താൻ പറ്റുമെന്നായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു ഭീകര തലവൻ ഉണ്ടായിരുന്നല്ലോ, റാഷിദ് അബ്ദുള്ള, കോഴിക്കോട് പടന്ന സ്വദേശിയാണ്. ഇവൻ ഒരു പ്രാവശ്യം ഇവന്റെ വിദേശത്ത് ഇറാഖിൽ നിന്ന് ഇവനൊരു വോയിസ് അയച്ചിരുന്നു. ഒരു വാട്സപ്പിൽ ഒരു വോയിസ് നമ്മുടെ കേരളത്തിലുള്ള ജിഹാദികൾക്ക് വലിയൊരു ആഹ്വാനമൊക്കെ നൽകിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് മാത്രമാണ്: നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേരെ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തണം, ട്രക്ക് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തണം, പാമ്പിനെ ആരാധിക്കുന്ന ആളുകളാണ് ഇവന്മാർ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഇതിനെ വലിയ തരത്തിൽ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഈ നിലപാടുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. റഷ്യയോ അമേരിക്കയോ ആരോ ബോംബിട്ട സമയത്ത് ഇവന്റെ തീരുമാനത്തിൽ ഏകദേശം കാര്യമായി പണി നടന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇവൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. ഇവനാണ് ഇവിടെ നിന്ന് പല പെൺപിള്ളേരെയും, പല അന്യമതത്തിൽപ്പെട്ട പെൺപിള്ളേരെയും മതം മാറ്റി ജിഹാദി ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയി ചേർത്ത് നേരെ ഈ പറയുന്ന സിറിയയിലേക്കും ലെബനനിലേക്കും ഇറാഖിലേക്കൊക്കെ കടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരെ പോലെയുള്ള ആളുകളുടെ നിലപാട് ഈ രാജ്യത്ത് കൃത്യമായിട്ട് നടത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഫൈസി അടക്കമുള്ള ആളുകൾ നിരന്തരമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. ഇവരൊരു ഒരു മാനസികാവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇവരൊരു സംഘടനയുടെ ISIS-ലേക്ക് ഇത്രയും ആളുകൾ പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭീകരവാദത്തിനെതിരെ ഇവര് എന്തെങ്കിലും ഒരു നിലപാടെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധ സമരമോ എന്തെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പോലും ഇവർ ഇത് ചെയ്തിട്ടില്ല എന്നുള്ള. കാരണം ഞങ്ങൾ അതാണ് എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ടാണ് അവർ നടക്കുന്നത്. ഇത് തന്നെയാണ് ഇവരുടെ നേതാവ് കഴിഞ്ഞ ദിവസം യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന ഒരു BJP-യുടെ യുവ നേതാവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിൽ, എനിക്ക് തോന്നുന്നു News 18-ലാണ് തോന്നുന്നു,
ഒരു ചർച്ചയിൽ ഇങ്ങനെ പറയുകയാണ്, ഒരു SDP-യുടെ നേതാവ് പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഫാസിസം വിതറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അടൽ ബിഹാരി വാജ്പേയി പാർലമെന്റിൽ 2 സീറ്റുകളുള്ള സമയത്ത് ഇങ്ങനെ പറഞ്ഞതാണ്, ഇരുൾ മറയും സൂര്യനുദിക്കും താമര വിരിയുമെന്ന് അന്നേ പറഞ്ഞതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും ഫാസിസ്റ്റ് രീതിയിലുള്ള കലാപരിപാടികളും BJP അന്നേ തുടങ്ങുന്നുവെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ്. എന്നേ പറഞ്ഞാണെന്ന് എത്ര വർഷങ്ങൾക്ക് മുന്നേ 1988 കാലഘട്ടത്തിലാണ് ഈ ഒരു പറയുന്ന പ്രസ്താവന വാജ്പേയിയുടെ ഭാഗത്ത്. അന്ന് ആദ്യമായിട്ട് BJP 2 സീറ്റുകളാണ് കിട്ടിയത്. ഒന്ന് മധ്യപ്രദേശിൽ നിന്നും ഒന്ന് ഡൽഹിയിൽ നിന്നും തോന്നുന്നു. ഇങ്ങനെയായിരുന്നു ആ സമയത്ത് BJP-യുടെ ഒരു സീറ്റ് നില. അപ്പൊ അന്ന് ഇത് പറയുന്ന അല്ലെങ്കിൽ BJP-യുടെ നേതാവായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ഇത് പറയുന്ന സമയത്ത് ഇതിനെതിരെ അന്ന് പ്രതികരിച്ചു എന്നാണ് പറയുന്നത് ഈ SDP എന്ന് പറയുന്ന സംഘടന. അപ്പോൾ തന്നെ യുവരാജ് ഗോകുൽ പറഞ്ഞു, SDP രൂപീകരിച്ചിട്ട് എത്ര കാലമായി? അന്നുണ്ടായിരുന്നത് സിമി ആയിരുന്നു. അന്ന് SDP ഉണ്ടായിരുന്നില്ല, സിമിയാണ് നിരോധിപ്പിക്കപ്പെട്ട ഭീകരവാദ സംഘടന. എന്ന് പോപ്പുലർ ഫ്രണ്ടിന് മുന്നും നിരോധിപ്പിക്കപ്പെട്ട സംഘടന. അപ്പൊ നമ്മൾ ചിന്തിച്ചു, അന്ന് പോപ്പുലർ ഫ്രണ്ട് പോലും രൂപം കൊണ്ടിട്ടില്ല. അന്നത്തെ ആളുകൾ ഇങ്ങനെ ഇവരുടെ ആളുകൾ പറഞ്ഞു വന്നു BJP-യുടെ ഫാസിസം വിതറുമെന്ന്. ചിന്തിച്ചു നോക്കണം. അപ്പൊ സിമിക്കാരാണ് ഈ വന്നിരിക്കുന്നത്, സിമി തന്നെയാണ് SDP എന്നുള്ളത് പരസ്യമായിട്ട് തന്നെ പറയുകയാണ്. മണ്ടത്തരത്തിലൂടെ ഒരു അബദ്ധത്തിലൂടെ വായിൽ നിന്ന് വന്നതാണ്. പക്ഷെ സത്യം ഇത് തന്നെയാണ്. ഇത്രയും നാൾ മറച്ചു വെച്ചത് പരസ്യമായി. ഇതാണ് നിലപാട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലാണ് ഈ ഭീകരവാദ ഗ്രൂപ്പുകൾക്കെതിരെ രാജ്യത്തിന്റെ ഒരു സർക്കാർ നിലപാടെടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നയം മാത്രമാണ് ഉണ്ടാകാൻ പാടുള്ളൂ. അത്രത്തോളം വലിയ വികൃതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ MK ഫൈസി അടക്കമുള്ള ആളുകൾ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവനെ കൊണ്ട് കൃത്യമായിട്ട് പറയിപ്പിക്കുകയാണ് എന്തെല്ലാമാണ് ഇവർ നടത്തിയിട്ടുള്ളത്, ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈസിക്ക് കീഴിൽ നിന്നുകൊണ്ട് ഈ സാമ്പത്തികമെല്ലാം വിതരണം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയത്. അത് ഏതെല്ലാം SDP നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ ഇവരുടെ ഏതെല്ലാം സംഘടനകളാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു തൊഴിലാളി സംഘടനകളുടെ മേഖല എടുത്ത് നോക്കിയാലും അവിടെ STU എന്ന് പറയുന്ന ഒരു സംഘടന കൂടിയുണ്ട്. അത് SDP-ക്കാരുടെയാണ്, PFI-ക്കാരുടെ ഒരു സംഘടനയാണ്. PFI-യുടെ തൊഴിലാളി സംഘടന നമ്മളൊന്ന് ആലോചിച്ചു, ഭീകരവാദികൾക്കും തൊഴിലാളി സംഘടന. അപ്പൊ ഈ തൊഴിലാളി സംഘടനയുടെ പ്രവർത്തനത്തിനടക്കം സാമ്പത്തികം വിദേശ രാജ്യത്ത് നിന്ന് വന്നിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഭീകര രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു നയത്തിലേക്ക് ഒരു താലിബാൻ ഭരണകൂടത്തെ എങ്ങനെയാണോ ഇവന്മാർ നയിച്ചത് ആ രീതിയിലേക്ക് താലിബാന്റെ ഒരു വലിയ വേറൊരു മുഖമായിട്ട് SDP ഇന്ത്യ മഹാരാജ്യം 2047 ആവുമ്പത്തിനും ഭരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ MK ഫൈസിയെ പോലെയുള്ള ഭാവി പ്രധാനമന്ത്രിമാർ, ഖലീഫ, ഈ SDP ഖലീഫ. അപ്പോൾ ഇതുപോലെയുള്ള കലാപരിപാടികൾ നിരന്തരമായിട്ട് നമ്മുടെ രാജ്യത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള PFI-യുടെ നേതാക്കന്മാർ എടുക്കുന്ന കൂട്ടത്തിലേക്ക് എന്തായാലും ഇവനെ അയക്കാനുള്ള തീരുമാനമല്ല. നേരെ ഉത്തർപ്രദേശിലേക്കാണ് വിടാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ രാജ്യസ്നേഹവും നിലപാടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. BJP അധികാരത്തിൽ 2014 വന്നില്ലെങ്കിൽ ഭീകരവാദികളെ കൊണ്ടും മുട്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ.